ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ അമേരിക്കയിലെ ചില സെലക്റ്റഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ETF കുറിച്ചാണ്. നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോകുന്നു, എന്നാൽ അമേരിക്ക മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ട് 52 വീക്ക് ഹൈ അടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതായത് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ETF കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ETF പേര് മാഫാങ് എന്നാണ്. ഇവിടെ ഇതിൻ്റെ സ്പെല്ലിംഗ് കാണാം, MAFANG. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ETF കുറിച്ച് വിശദമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ETF വില എന്ന് പറയുന്നത് 117 രൂപ 77 പൈസയാണ്. അത് ഇന്നത്തെ വിലയല്ല കേട്ടോ, ഡിസംബർ 31 വിലയാണ്. ഇന്നത്തെ വില 141 രൂപയാണ്. അതിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ AUM 2743 കോടിയാണ് AUM ഉള്ളത്. ഇത് ഡിസംബർ 31 ഡേറ്റ് അനുസരിച്ചാണ്. റിസ്ക് ലെവൽ വെരി ഹൈ. അതിപ്പം നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് എല്ലാ ETF മ്യൂച്വൽ ഫണ്ടുകളും റിസ്ക് വെരി ഹൈ ആണ് പറയുന്നത്. അതുപോലെ നമുക്ക് പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒരു വർഷത്തെ പെർഫോമൻസ് 58%, 3 വർഷത്തെ പെർഫോമൻസ് റിട്ടേൺ 33%, സിൻസ് ഇൻസെപ്ഷൻ 26.88% ഇതിൻ്റെ ഒരു റിട്ടേൺ വരുന്നത്. അതായത് ഓരോ വർഷവും ഇത്ര റിട്ടേൺ കിട്ടുന്നു എന്നാണ് അർത്ഥം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ETF ചാർട്ടിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വർഷത്തെ ചാർട്ടാണ്. വളരെ താഴെ നിന്നല്ലേ, ഒരുപാട് നാളിത് പെർഫോം ചെയ്യാൻ നിന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ വരെ, അതായത് ഏകദേശം ഒരു ഏപ്രിൽ മുതൽ കഴിഞ്ഞ വർഷം കേട്ടോ നവംബർ വരെ ഈ ഒരു ETF പെർഫോം ചെയ്തിട്ടില്ല, സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് ഇടിയാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ ഒരു ETF പെർഫോം ചെയ്തു. സോ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നവംബർ തൊട്ടാണ് ഇടിവ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് നേരെ അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുന്ന് ഫോറിനേഴ്സ് FIs വിൽപ്പന നടത്തി, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയം തൊട്ടാണ് ഈ ഒരു ETF ഉയരാനും തുടങ്ങിയത്. അപ്പോൾ അത് നമുക്ക് ചാർട്ടിൽ വളരെയധികം വിസിബിളാണ്. 75 രൂപയിൽ നിന്ന് ഇതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 141 രൂപയ്ക്ക് മുകളിലാണ്. ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ നല്ലത് കേട്ടോ. SIP രീതിയിൽ ചെയ്യുക. കുറയുമ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അമേരിക്കൻ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ മദർ മാർക്കറ്റ് എന്നാണ് അമേരിക്കൻ മാർക്കറ്റ് അറിയപ്പെടുന്നത്. അമേരിക്കൻ മാർക്കറ്റിലുള്ള ചലനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിലൊക്കെ വന്നിരിക്കുന്നതുകൊണ്ടും പുള്ളി ഒരു ബിസിനസ്സുകാരനായതുകൊണ്ടും ബിസിനസ്സിന് ഫേവറബിളായിട്ടുള്ള റൂൾസാണ് പുള്ളി കൊണ്ടുവരിക. അതുപോലെയാണ് പുള്ളി ഭരിക്കുക. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിന് അങ്ങനെയുള്ള ഭരണാധികാരിനെയാണ് ആവശ്യം. കാരണം ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണല്ലോ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്ക് ഫേവറബിളായിട്ടായിരിക്കും അവർ നിയമങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരിക. അതായിരിക്കണം അമേരിക്കൻ മാർക്കറ്റ് ഇത്രയധികം ഉയർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നതാണല്ലോ എന്ന് കരുതി ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അമേരിക്കൻ മാർക്കറ്റ് താഴുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അമേരിക്കൻ മാർക്കറ്റ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റായിട്ട് തന്നെ എല്ലാ മാർക്കറ്റുകളും ഫോളോ ചെയ്യുന്ന ഒരു മാർക്കറ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. മാത്രവുമല്ല അമേരിക്കൻ കറൻസി ഡോളർ അത് ഇൻ്റർനാഷണൽ കറൻസിയാണ്. മറ്റ് വിനിമയങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഡോളറുമായിട്ട് കമ്പയർ ചെയ്താണ്. ഈവൻ നമ്മുടെ റുപ്പി വീക്കാകുന്നത് പോലും നമ്മൾ ഡോളറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് വീക്കായി എന്ന് പറയുക. അപ്പോൾ അത്രയും ശക്തമായ ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഇതുപോലെ ചൈനയിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETFകളുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ശോകമായതുകൊണ്ട് കുറച്ച് മോശമാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ബജറ്റ് വരുന്നുണ്ട്. ബജറ്റ് പോസിറ്റീവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ വിഷയമൊന്നുമില്ല. ബജറ്റിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് മറ്റോ ആകുകയാണ് എങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് റിക്കവർ ആകുന്നവരെ മാഫാങ് പോലെയുള്ള ETFകളിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ മാഫാങ് നല്ലതാണ്. അപ്പോൾ നോക്കിയിട്ട് അടുത്ത ആഴ്ചകളിലും മറ്റുമൊക്കെ ആയിട്ട് വേറെ ETFകളുടെ വീഡിയോകൾ ചെയ്യാം കേട്ടോ. അതായത് അമേരിക്കൻ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇനിയും ETFകളുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ നമുക്ക് മാഫാങ് ഒരു SIP രീതിയിൽ പരിഗണിക്കാം. ഈവൻ അത് ലോസിൽ പോയാൽ പോലും നമുക്ക് പേടിക്കേണ്ട, അത് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് മാഫാങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ എൻഡഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്, ETF ആണ്. എക്സ്ചേഞ്ചുകളിൽ കൂടെ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക, അതിൽ മാഫാങ് MAFANG എന്ന് അടിച്ചു കൊടുക്കുക. സ്റ്റോക്ക് അടിക്കുന്ന പോലെ തന്നെ നമുക്കിത് കിട്ടും, വാങ്ങാം വിൽക്കാം. SIP ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതൊരു ടെക്നോളജി ഇന്നോവേഷൻ ഡ്രിവൺ കമ്പനീസാണ് ഇതിലുള്ളത്. 10 കമ്പനികളാണ് ഈ ഒരു ETF-ലുള്ളത്. ശ്രദ്ധിക്കാം, 10 കമ്പനികളെ ETF-ലുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ കമ്പനികളെന്നും എത്രയൊക്കെയാണ് അതിൻ്റെ വെയിറ്റേജ് എന്നും നമുക്കത് നോക്കാം. ഒന്നാമത്തെ കമ്പനി NVIDIA കോർപ്പറേഷനാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന സെക്ടറിൽ വരുന്ന ആ കമ്പനി 10% മുകളിൽ അലോക്കേഷനുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം 10% കേട്ടോ. അപ്പോൾ ഈ അലോക്കേഷൻ നമ്മൾ നോക്കാനില്ല. ചിലത് 9 പോയിൻറ്റ് സംതിങ്, ചിലത് 10 പോയിൻറ്റ് സംതിങ്.
അപ്പോൾ 10 കമ്പനികൾ 10%, 100%, അങ്ങനെ ടോട്ടൽ 100 ആകുന്നു കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. 285 കോടിയാണ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഫണ്ട് കേട്ടോ, ഈ ETF ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിറായി അസറ്റിൻ്റെയാണ് മാഫാഗ് എന്ന് പറയുന്ന ETF. രണ്ടാമത്തെ ബ്രോഡ്കോം ആണ്, മൂന്നാമത്തെ ആപ്പിൾ ആണ്, അടുത്തത് ആൽഫബറ്റ് ആണ്, അടുത്തത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം 10% അല്ലെങ്കിൽ 10%-ൻ്റെ കുറച്ച് മുകളിൽ. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പോഷർ വരുന്നത് നമുക്കിവിടെ കാണാം 285, 84, 76, അങ്ങനെ ഏതാണ്ട് ഈ 270, 80, പിന്നെ ചിലതൊക്കെ 268. അതായത് ആ ഒരു റേഞ്ചിലാണ് എല്ലാത്തിലും വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റും കേട്ടോ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് പറയാം, ചെറിയ വ്യത്യാസമുള്ളൂ. ആൽഫബറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു പാരൻറ്റ് കമ്പനിയാണ് ആൽഫബറ്റ്. അടുത്ത കമ്പനി സർവീസ് നൗ, അടുത്ത മെറ്റ പ്ലാറ്റ്ഫോം, നമ്മുടെ ഫേസ്ബുക്കിൻ്റെയൊക്കെ കമ്പനിയാണ് മെറ്റ പ്ലാറ്റ്ഫോംസ്. അടുത്തത് ക്രൗഡ് സ്ട്രൈക്ക് ഹോൾഡിങ്സ്, പിന്നെ ആമസോൺ, മൈക്രോസോഫ്റ്റ്. അപ്പോൾ ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള കമ്പനികളാണ് കേട്ടോ ഇതിലുള്ളത്. IT കമ്പനികളാണ് മെയിനായിട്ടുമുള്ളത്. ടെക്നോളജി ഡ്രിവൺ കമ്പനികളാണ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഡ്രിവൺ കമ്പനികളാണ് ഇവയെല്ലാം തന്നെ. അപ്പോൾ ഈ കമ്പനികളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും എന്നുള്ള ഒറ്റ ETF കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു റിസ്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ETF-ലും ഒക്കെ റിസ്ക് ഉണ്ട്, ഇക്വിറ്റിയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസ്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് എറർ വരാം. ഈ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് ഒരു റിസ്ക്കാണ്. അതായത് അവിടെയുള്ള പ്രൈസും ഇവിടെയുള്ള പ്രൈസും തമ്മിൽ, അപ്പോൾ ഈ കമ്പനികളുടെയൊക്കെ പ്രൈസ് മാറുന്നതനുസരിച്ച് ETF-ന് തത്തുല്യമായിട്ട് മാറാമല്ലോ. പക്ഷേ കുറേ പേര് ഇത് കൂട്ടമായിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് കൂടാനും അതുപോലെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറയാനും, അത് ടെമ്പററി ആണ്, സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കില്ല. അപ്പോൾ അതിനാണ് ഈ ട്രാക്കിംഗ് എറർ എന്ന് പറയുക. അപ്പോൾ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്രൈസ് കൂടി പോവുകയാണെങ്കിൽ അത് വാങ്ങാതിരിക്കുക, അങ്ങനെ വാങ്ങണ്ട. അല്ലാതെ ഇത് ഓക്കെ, അവിടുത്തെ ഇൻഡെക്സും കാര്യങ്ങളും അമേരിക്കൻ മാർക്കറ്റും ഒക്കെ നോക്കിയിട്ട് അത് കയറുന്നതനുസരിച്ചാണ് ഇത് കയറുന്നതെങ്കിൽ വാങ്ങുന്നതിന് തിരക്കേടില്ല കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ 10-15% ഒരു ദിവസം മൂവ് ചെയ്തേക്കാം. അങ്ങനെയുള്ള സമയത്ത് വാങ്ങാതിരിക്കുക. അത് കൂൾ ഡൗൺ ആകും, കുറച്ച് കഴിയുമ്പോൾ അത് കൂൾ ഡൗൺ ആകും, എന്നിട്ട് വാങ്ങാം. അതാണ് ഈ ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞത്. ഇതിൽ ഞാൻ ഒന്ന് പെട്ടുപോയായിരുന്നു, പിന്നെ ഞാനത് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ട്രാക്കിംഗ് എറർ വരാം. കറൻസി ഫ്ലക്ച്വേഷൻസ് വരാം, അതും ശരിയാണ്, കറൻസി ഫ്ലക്ച്വേഷൻസ് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. അപ്പോൾ റുപ്പി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് തമ്മിലുള്ള, അപ്പോൾ കറൻസി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ സെക്യൂരിറ്റിയിലായതുകൊണ്ടാണ് ഈ കറൻസി ഫ്ലക്ച്വേഷൻ. സാധാരണ നമ്മുടെ ഇവിടുത്തെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം അത് നമുക്ക് വരുന്നില്ല, എന്നാൽ ഇവിടെ അതും വരാം. പിന്നെ റിസ്ക് ടോളറൻസും മറ്റുമൊക്കെ നോക്കിയിട്ട് സാധാരണ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇതാണ്, പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് നേരത്തെ ഇത്രയും കിട്ടി, ഇപ്പോൾ ഈ വർഷം 58% റിട്ടേൺ കിട്ടിയെന്ന് കരുതിയിട്ട് അടുത്ത വർഷവും അത്രയും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ, പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻഷ്യൽ ടെക്നോളജി ആൻഡ് ഇൻ്റർനെറ്റ് കമ്പനീസിനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ടെക്നോളജി, അങ്ങനെയുള്ള കമ്പനികൾ ആവശ്യമുള്ള കമ്പനികൾ തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു സെക്ടറിന് എന്തെങ്കിലും ഡൗൺ സംഭവിക്കുന്ന സമയത്ത് ഈ ഫണ്ടും താഴേക്ക് വരാം. അപ്പോൾ അതും ഒരു റിസ്ക്കാണ്. എന്തായാലും താല്പര്യമുള്ളവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉചിതമായ ഡിസിഷൻസ് എടുക്കുക. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.